ഇന്നലെ വന്നൊരു പേഷ്യൻ്റാണ്. അവർ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും അവർക്ക് ചെയറിൽ നിന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് എണീക്കാനൊരു പ്രയാസം, അതുപോലെ കൈകാലൊക്കെ ഒന്ന് സ്റ്റിഫായ പോലത്തെ ഒരു ഫീൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരീരത്തിലെ നീർക്കെട്ടിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, കൺസൾട്ടൻറ്റ് അറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻ പോലെ തന്നെ, അഥവാ രക്തയോട്ടം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ് ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞത്. ഈ ലിംഫ് എന്ന് പറയുന്ന സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന അപാകതകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമാണ് ഈ പറയുന്ന ഒരു സിംറ്റം പോലെയുള്ള നീരുകൾ ശരീരത്തിൽ കാണുന്നത്. കൂടുതലായിട്ടും നമുക്കറിയാം, നമ്മൾക്ക് ഒരു ചെറിയൊരു തൊണ്ടവേദന വരുമ്പോൾ നമുക്ക് അവിടെ തൊണ്ടയിലൊക്കെ കയല കൊളുത്തിയ, ഈ താടിയുടെ താഴെയൊക്കെ കയല കൊളുത്തിയൊരു ഫീൽ, ഇതൊക്കെ ലിംഫ് നോഡ്സ് ആണ്. ഈ ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ലിംഫ് നോഡ്സ് ആണത്. അതുപോലെ തന്നെ പല രോഗാവസ്ഥകളും, ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കേസിൽ അവർക്ക് പ്രത്യേകിച്ച് വേറെ രോഗങ്ങളൊന്നുമില്ല, അപ്പോൾ അവർക്ക് ഈ ഒരു സിംറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരീരം ഒരേ പൊസിഷനിൽ കുറേ നേരെ ഇരിക്കുമ്പോൾ അങ്ങനെ നീര് കെട്ടുന്നതാണത്. അവിടെ ആ ഭാഗങ്ങളിൽ ഈ ലിംഫ് തിരിച്ച്, ഇപ്പോൾ ഹൃദയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രക്തയോട്ടം കറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്നത് ഹൃദയമാണല്ലോ, അതുപോലെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് തിരിച്ച് പമ്പ് ചെയ്യാൻ ഹാർട്ടിനെ പോലെ ഒരു അവയവമില്ല. അപ്പോൾ ഇത് നമ്മളുടെ നോർമലായിട്ടുള്ള മസിലിൻ്റെ മൂവ്മെൻറ്റ്സ്, അതിലൂടെയൊക്കെയാണ് ലിംഫാറ്റിക് സർക്കുലേഷൻ കറക്റ്റായിട്ട് അങ്ങോട്ടും തിരിച്ചുമൊക്കെ പമ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ വരുന്നതായിട്ട് കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇനി മറ്റ് കാരണങ്ങൾ, ശരീരത്തിലാകമാനം നീര് വരുന്ന മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കറിയാം കിഡ്നി രോഗങ്ങളിൽ നീര് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു രാവിലെ എണീച്ചാലൊക്കെ ഒരു പഫിനെസ്, നീര് പോലെയൊക്കെ കാണും. അതുപോലെ തന്നെ കാലിൻ്റെ കണങ്കാലുകളിലൊക്കെ നമുക്ക് തൊട്ട് നോക്കിയാൽ കുഴിയുന്ന രീതിയിലുള്ള, തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചെറിയ കുഴി പോലെ അവിടെ രൂപപ്പെടും. ഇതൊക്കെ ഒരു നീരിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ നമുക്ക് ലിവർ രോഗങ്ങളിൽ കുറച്ചും കൂടി അത് അഡ്വാൻസ് ചെയ്ത് ഒരു അവസാന ഘട്ടത്തിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് നീരും, അതുപോലെ മഞ്ഞപ്പിത്തത്തിലും ഒക്കെ നീര് കാണാറുണ്ട്. അതുപോലെ തന്നെ ലിവർ സിറോസിസിൽ അതിൻ്റെ അവസാന സ്റ്റേജായ അസൈറ്റിസ്, നീർക്കെട്ട്, വെള്ളക്കെട്ട് പോലെയുള്ള വയറിനൊക്കെ നീര് വരുന്ന അവസ്ഥ വരാറുണ്ട്. ഇനി അടുത്തതായിട്ട് തന്നെ നീര് കാണുന്ന മറ്റ് രോഗാവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ആമവാദം, സന്ധിവാദം പോലെയുള്ള, പിന്നെ ഇത് നമ്മളുടെ ഈ യൂറിക് ആസിഡ് പോലെയുള്ള രോഗങ്ങളിലൊക്കെ ഇതുപോലെ പല ജോയിൻസിൽ നീര് കെട്ടാം, ശരീരവാസകലം നീര് കെട്ടാം, ചെറിയ ചെറിയ നൊഡ്യൂൾസ് പോലെ. ഇപ്പോൾ ചിലർ പറയാറുണ്ട് സ്കിന്നിലൊക്കെ അങ്ങനെ ഒരു ചുവന്ന തടിപ്പ് പോലെ കാണുന്നത്. ഇതൊക്കെ ഈ ഒരു ചിലപ്പോൾ യൂറിക് ആസിഡിൻ്റെ ലക്ഷണം, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ ഇതുപോലെയുള്ള വാതരോഗങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ലക്ഷണമായിട്ട് ഇതുപോലെ നീര് കാണാറുണ്ട്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നമുക്ക് നീര് വരുന്നതായിട്ട് കാണാറുണ്ട്. ഹൃദയ രോഗങ്ങളിൽ അവിടെ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ കാലിലും മറ്റുമൊക്കെ നീര് കെട്ടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺ വ്യത്യാസങ്ങൾ വരുമ്പോഴും, അതായത് PCOD, തൈറോയിഡ്, അതുപോലെ തന്നെ സ്ത്രീകളിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും, മെൻസസിന് മുമ്പുള്ള ഒരു 2 ദിവസമൊക്കെ ഇതുപോലെ ശരീരമാസകലം നീര് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങളുടെ ലക്ഷണങ്ങളല്ലാതെ പലപ്പോഴും നമ്മളുടെ ഒടിവ്, ചതവ്, അതുപോലെയുള്ള ഈ സ്പ്രെയിൻഡ് തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവുന്ന സ്പ്രെയിനിലൊക്കെ നമുക്ക് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ലിഗമെൻസിന് സംഭവിക്കുന്ന ക്ഷതങ്ങൾ കാരണമൊക്കെ നീര് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പുകവലി, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങളിലുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു പല അസുഖങ്ങൾ വന്ന് സിറോസിസ് ഒക്കെ വന്ന അവസാന സ്റ്റേജിലേക്ക് ശരീരമാസകലം നീര് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുകവലിക്കാരിൽ ലങ്സിനൊക്കെ അത് ബാധിച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ശ്വാസം മുട്ടലായിട്ടും ലങ്സിന് നീര് കെട്ടിയിട്ടും അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഈ 2 ലക്ഷണങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കാരണമില്ലാത്ത നീർക്കെട്ടൽ ഉണ്ടാവാറുണ്ട്. അതായത് ഉറക്കക്കുറവുള്ള ആളുകൾ, അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ശരിയായ ഒരു ഉറക്കശീലം ഉണ്ടാവില്ല. അത് കാരണം കോർട്ടിസോളിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ട് ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും. അത് കാരണം ഇവരുടെ ശരീരത്തിൽ നീര് കെട്ടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കമുള്ള ആൾക്കാരിലും ഇതുപോലെ നീര് കെട്ടുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നീർക്കെട്ടൽ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. ഇങ്ങനെ ഒരു പ്രകൃതമുള്ള ആൾക്കാരാണെങ്കിൽ, അവർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരേ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതിരിക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോഴും അവരൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത്
ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ശരിയായ സർക്കുലേഷൻ അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞല്ലോ, മസിൽ മൂവ്മെൻറ്റ്സ് ആണ് ഈ ലിംഫാറ്റിക് സർക്കുലേഷനെ കറക്റ്റായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നത് വളരെ നല്ലതാണ്. കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് എണീറ്റ് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരുന്നത് നന്നായിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം, അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള കൊഴുപ്പിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം തീർച്ചയായിട്ടും നിയന്ത്രിക്കുക. ഇനി മൂന്നാമതായിട്ട് പുകവലി, മദ്യപാനം ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിർത്തലാക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഉറക്കമൊഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ നീരുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കറക്റ്റായ ഒരു ഉറക്ക രീതി ഫോളോ ചെയ്യുക. ഒരു 10 മണി മുതൽ 6 മണി വരെ കറക്റ്റായിട്ടൊന്ന് ഉറക്കം കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ഉറക്കത്തെ ഒന്ന് ക്രമീകരിക്കുക. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമുക്ക് ടൈറ്റായിട്ടുള്ള ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുക. അതായത് ഈ വാതരോഗങ്ങളിലൊക്കെ നമുക്ക് നീര് കെട്ടിയിട്ടുള്ള, പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള നീര് കെട്ടിയിട്ട് മുട്ടുവേദന, മുട്ടിൽ നീര് വരുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് നീ ക്യാപ്പൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വെരിക്കോസിറ്റി പോലെയുള്ള കാലുകളിൽ നീര് വരുന്ന അവസ്ഥയുള്ളവരാണെങ്കിൽ ഈ വെരിക്കോസിറ്റിക്ക് വേണ്ടിയിട്ട് കാലിൽ സ്റ്റോക്കിങ്സ്, നീളമുള്ള ഷോക്സുകൾ, ടൈറ്റായിട്ടുള്ള സോക്സുകൾ ഇടുന്നത് നല്ലതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഇവർ രാത്രി കിടക്കുമ്പോൾ കാലിൽ എപ്പോഴും നീര് വരുന്ന ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് വെരിക്കോസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവർ രാത്രി കിടക്കുമ്പോൾ കാലിൻ്റെ ഭാഗത്ത് ഒരു തലയണ വെച്ചിട്ട് കാലൊന്ന് പൊന്തിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വെറുതെ കിടക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ കാലുകൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റേസ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നീരുള്ള ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറയാം. ഇത് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് നീരുള്ള ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള മസാജ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത്, അവിടെ ചെറിയ ചൂട് കൊടുക്കും, ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ അവിടെ കറക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ചെറിയ ടിപ്പാണിത്. ചെറിയ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ അവിടെ ലോക്കലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കുക. അത് താഴെ നിന്ന് മുകളിലോട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കെട്ടി നിൽക്കുന്ന നീര് എളുപ്പം പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ തന്നെ മറ്റ് പല മരുന്നുകളും, സ്റ്റീറോയിഡ്, പെയിൻ കില്ലർ ഇതുപോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ നീർക്കെട്ട് കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ പല രോഗങ്ങളിൽ കണ്ടു. ഇനി അതുപോലെ തന്നെ നീര് വരുന്ന നമ്മുടെ ഭക്ഷണത്തിലൂടെ, അതായത് അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം ഒരു പരിധിയിൽ കവിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ശരീരത്തിൽ നീര് കെട്ടുന്നതായിട്ട് കാണാറുണ്ട്. ഈ നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നെല്ലിക്ക, ചീര, തണ്ണിമത്തൻ, അതുപോലെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള കക്കിരി, വെള്ളരി മുതലായ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഏറ്റവും നമ്മുടെ വീടുകളിൽ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ മഞ്ഞളിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് അത് വർക്ക് ചെയ്യും. ശരീരത്തിന് നീരൊക്കെ വലിയാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഇഞ്ചി ഉണക്കിയ ചുക്ക് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നീർക്കെട്ട് കുറയാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം. മല്ലി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ അത് നീര് ശരീരത്തിൽ നിന്ന് വലിച്ചു കളയാനും സഹായിക്കും. ഇനി ഇതുപോലെ നീര് കെട്ടുന്നവരാണോ നിങ്ങൾ? ശരീരത്തിൽ ആസകലം വേദനയുള്ളവരാണോ നിങ്ങൾ? ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ ഹെൽത്ത് ഇൻഫർമേഷൻസിന് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.